ഹലോ, ഈ വീഡിയോയിൽ അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിലെ ഓർഡർ 4 ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് MG യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏപ്രിൽ 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ്എ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിസ്ക്രൈബ് ദ ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് സ്ട്രക്ചേഴ്സ് ഓഫ് ഓർഡർ 4. ഓൾസോ ഡ്രോ ദ സബ് ഗ്രൂപ്പ് ഡയഗ്രാംസ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓർഡർ 4 ഉള്ള ഗ്രൂപ്പ് സ്ട്രക്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നോർമലി ഓർഡർ 3, ഓർഡർ 2, ഓർഡർ 1 അതും കൂടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഏത് ഗ്രൂപ്പ് എടുത്താലും അതിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് എങ്കിലും ഉണ്ടാകണം. അപ്പോൾ ഒരു നൾ സെറ്റിന് ഒരിക്കലും ഒരു ഗ്രൂപ്പ് ആവാൻ പറ്റില്ല. 1 എലമെന്റ് ഉള്ള ഗ്രൂപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി മാത്രം ഉള്ള ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഏത് ഗ്രൂപ്പ് 1 എലമെന്റ് ഉള്ള ഏത് ഗ്രൂപ്പ് എടുത്താലും ദാറ്റ് ഈസ് ഐസോമോർഫിക് ടു ദ ഗ്രൂപ്പ് കണ്ടെയ്നിങ് ഐഡന്റിറ്റി ഒൺലി. ചിലപ്പോൾ അഡീഷൻ ആണ് നമ്മൾ വിചാരിക്കുന്ന ബൈനറി ഓപ്പറേഷൻ എങ്കിൽ സെറ്റ് 0 എന്നൊരാൾക്ക് പറയാം. ഇനി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൽ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് 1 മാത്രം എടുത്താൽ അത് നമുക്ക് ഒരു ഗ്രൂപ്പാണ് എന്ന് പറയാം. അങ്ങനെ നമ്മൾ ഒരു 1 എലമെന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ഐഡന്റിറ്റി മാത്രമുള്ളതാണ്. അപ്പൊ ഏത് 1 എലമെന്റ് ഗ്രൂപ്പ് എടുത്താലും അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഐസോമോർഫിക് ആണ് എന്ന് പറയാം. അതായത് there is only one group containing one element. ഓക്കെ, ഇനി നമുക്ക് 2 എലമെന്റ് ഗ്രൂപ്പുകളുടെ കാര്യം. ഏത് ഫൈനൈറ്റ് നമ്പർ പറഞ്ഞാലും അത്രയും എലമെന്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പിന് എക്സാമ്പിൾ നമുക്ക് ZN പറയാം. അതായത് 3 എലമെന്റ് ഉള്ള ഗ്രൂപ്പ് Z3 അണ്ടർ അഡീഷൻ മോഡുലോ 3, 4 എലമെന്റ് ഉള്ള ഗ്രൂപ്പ് Z4 അണ്ടർ അഡീഷൻ മോഡുലോ 4. ജനറലി n എലമെന്റ്സ് ഉള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ZN അണ്ടർ അഡീഷൻ മോഡുലോ n ഒരു ഗ്രൂപ്പാണ്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ Z2 ഉണ്ട്. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി ആ ഒരു ഡയഗ്രാം വരച്ചൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. 2 എലമെന്റ് ഉള്ള ഏതൊരു ഗ്രൂപ്പ് എടുത്താലും അത് ഈ Z2വിനോട് ഐസോമോർഫിക് ആയിരിക്കും. അതായത് there is only one group up to isomorphism containing 2 elements. ഇതേപോലെ തന്നെയാണ് 3 എലമെന്റ് ഗ്രൂപ്പുകളുടെ കാര്യവും. Z3 അണ്ടർ അഡീഷൻ മോഡുലോ 3 3 എലമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. വേറെ ഏത് ഗ്രൂപ്പ് എടുത്താലും 3 എലമെന്റ് ഉള്ള ഏത് ഗ്രൂപ്പ് എടുത്താലും അത് Z3യോട് ഐസോമോർഫിക് ആണ് എന്ന് പറയാൻ പറ്റും. അതായത് there is only one group up to isomorphism containing 3 elements. ഓക്കെ, പക്ഷേ 4 എലമെന്റ്സ് ഉള്ള ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് 2 ഡിഫറെന്റ് ഗ്രൂപ്പുകൾ കിട്ടുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് നമ്മൾ എവിഡന്റ്ലി ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് Z4 ആണ് അണ്ടർ അഡീഷൻ മോഡുലോ 4. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേര് ക്ലിൻ4 ഗ്രൂപ്പ് എന്നാണ്. അതിന് കൊടുക്കുന്ന നൊട്ടേഷൻ V എന്നാണ്. ഈ V എന്ന നൊട്ടേഷൻ വന്നത് ജർമ്മൻ വേർഡ് ആയ വീർ എന്ന വാക്കിൽ നിന്നാണ്. ഈ വീർ എന്ന വാക്കിന് 4 എന്നാണ് അർത്ഥം. ഓക്കെ, Z4 ഇത് രണ്ടും 4 എലമെന്റ്സ് ഉള്ള ഗ്രൂപ്പുകളാണ്. ഫൈനൈറ്റ് ഗ്രൂപ്പുകളെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് അതിന്റെ ഗ്രൂപ്പ് ടേബിൾ വരയ്ക്കുക എന്നുള്ളതാണ്. Z4 അതുപോലെ V ക്ലിൻ4 ഗ്രൂപ്പ്, അതിന്റെ രണ്ടിന്റെയും ഗ്രൂപ്പ് ടേബിൾ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ടേബിൾ എന്ന് പറഞ്ഞാൽ ബൈനറി ഓപ്പറേഷൻ ഇവിടെ ലെഫ്റ്റ് കോർണറിൽ കൊടുക്കണം. എലമെന്റ്സ് ഒരേ ഓർഡറിൽ തന്നെ കോളത്തിന് ഹെഡായിട്ടും റോയ്ക്ക് ഹെഡായിട്ടും കൊടുക്കുന്നു. പിന്നെ 0+0 ആൻസർ ഇവിടെ കൊടുക്കുക, 0+1 ആൻസർ ഇവിടെ കൊടുക്കുക, 0+2 ആൻസർ ഇവിടെ കൊടുക്കുക. അങ്ങനെയാണ് പോകേണ്ടത്. ഇവിടെ അഡീഷൻ മോഡുലോ 4 ആണ്. അതായത് 2 എലമെന്റുകൾ ആഡ് ചെയ്ത് ആ സമ്മിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ, അതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആയിട്ട് നമുക്ക് 0, 1, 2, 3 അത്രയും എലമെന്റ്സ് ആണ് വരുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ 2+3, അപ്പൊ 2+3 5 ആണ്. 5നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ 1. അങ്ങനെയാണ് ഈ 1 കിട്ടിയിരിക്കുന്നത്. 3+3 6, അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ 2.
അങ്ങനെയാണ് ഈ ഓരോ എലമെന്റ്സും ഇവിടെ ഫില്ല് ചെയ്ത് പോയിരിക്കുന്നത്. ഇനി നമുക്ക് ക്ലിൻഫോർ ഗ്രൂപ്പിലേക്ക് വരാം. അവിടെ 4 എലമെന്റ് ഉള്ള ഗ്രൂപ്പാണ്. ഒരു എലമെന്റ് ഐഡന്റിറ്റി ആയിരിക്കണം. അപ്പൊ ഞാൻ ഇ എന്ന് മാർക്ക് ചെയ്തു. പിന്നെ 3 എലമെന്റ് ജനറൽ ആയിട്ട് ഞാൻ എ ബി സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ഈ ടേബിൾ ഓർമ്മയിൽ വെക്കാൻ എളുപ്പമുണ്ട്. അതായത് എ, ഇപ്പൊ ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ആണ് എന്ന് വിചാരിക്കുക. എ സ്റ്റാർ എ, ഉത്തരം ഇ. ബി സ്റ്റാർ ബി, ഉത്തരം ഇ. സി സ്റ്റാർ സി, ഉത്തരം ഇ. അതായത് ഡയഗണൽ എൻട്രീസ് എല്ലാം ഐഡന്റിറ്റി ആണ്. ഇനി എ സ്റ്റാർ ബി, 2 ഡിഫറെന്റ് എലമെന്റ്സ് ബൈനറി ഓപ്പറേഷൻ നടത്തുമ്പോൾ മൂന്നാമത്തെ എലമെന്റ് സി കിട്ടണം. എ സ്റ്റാർ സി, എയും സിയും ബൈനറി ഓപ്പറേഷൻ നടത്തിയാൽ ബി കിട്ടണം. ബി സ്റ്റാർ എ, ബി സ്റ്റാർ ഇ ബി ആണ്. അതാണ് ഐഡന്റിറ്റിയുടെ പ്രോപ്പർട്ടി. ഏതൊരു എലമെന്റും ഐഡന്റിറ്റിയുമായി ബൈനറി ഓപ്പറേഷൻ നടത്തുമ്പോൾ ആ എലമെന്റ് തന്നെ കിട്ടണം. ബി സ്റ്റാർ എ, മൂന്നാമത്തെ എലമെന്റ് കിട്ടണം, അതായത് സി. ബി സ്റ്റാർ ബി ഐഡന്റിറ്റി കിട്ടുന്നു, ബി സ്റ്റാർ സി എ കിട്ടുന്നു. അങ്ങനെയാണ് ഈ ക്ലിൻഫോർ ഗ്രൂപ്പ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ഇത് നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പ് സ്ട്രക്ചർ ആണ് എന്നാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ഡിഫറെന്റ് ആണ് എന്ന് പറയാൻ പറ്റുക? നമുക്കറിയാം, 2 ഗ്രൂപ്പ്സ് ഐസോമോർഫിക് ആണ് എങ്കിൽ അവരുടെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് പ്രിസർവ് ചെയ്യണം. അപ്പൊ ഇവിടെ ഇത് ഡിഫറെന്റ് ആണ് എന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഒരു ഗ്രൂപ്പിന് ഉണ്ട്, മറ്റേ ഗ്രൂപ്പിന് ഇല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിന് ഇവിടെ Z4 നോക്കുമ്പോൾ 0 + 0 0 ആണ്. 1 + 1 0 അല്ല കിട്ടിയിരിക്കുന്നത്, 2 ആണ്. 2 + 2 0, 3 + 3 0 അല്ല കിട്ടിയിരിക്കുന്നത്, 2 ആണ്. അതായത് Z4 ൽ 2 എലമെന്റുകൾ മാത്രമാണ് X സ്റ്റാർ X = E. ഒരു എലമെന്റ് അതിനോട് തന്നെ ബൈനറി ഓപ്പറേഷൻ നടത്തുമ്പോൾ ഐഡന്റിറ്റി കിട്ടിയിരിക്കുന്നത് 2 എലമെന്റുകൾക്ക് മാത്രമാണ്, 0ക്കും 2നും. അതേസമയം വിയില് എല്ലാ എലമെന്റുകളും E സ്റ്റാർ E ആണ്, A സ്റ്റാർ A E ആണ്, B സ്റ്റാർ B E ആണ്, C സ്റ്റാർ C E ആണ്. അതായത് എല്ലാ എലമെന്റുകളും x² = E, അതായത് X സ്റ്റാർ X = E എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. Z4 ൽ 2 എലമെന്റുകൾ മാത്രമേ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം Z4 ഈസ് നോട്ട് ഐസോമോർഫിക് ടു ദ ക്ലിൻഫോർ ഗ്രൂപ്പ് V. കാരണം there are only 2 elements. ഏതൊക്കെയാണ്? 0യും 2യും. In Z4, satisfying the equation x² = E, while all the elements in V satisfy the equation x² = E. അപ്പൊ നമ്മൾ ക്ലെയിം ചെയ്യുന്നത് 4 എലമെന്റ് ഉള്ള ഈ 2 ഗ്രൂപ്പുകളെ ഉള്ളൂ. പക്ഷേ നമുക്ക് 4 എലമെന്റ് ഉള്ള വേറൊരു ഗ്രൂപ്പ് പരിചയമുണ്ട്. ഏതാണ്? U4. അതായത് സെറ്റ് ഓഫ് ഓൾ ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി. നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് യൂണിറ്റി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഗ്രൂപ്പാണ്. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഒരു ഗ്രൂപ്പാണ്. ജനറലി nth റൂട്ട് ഓഫ് യൂണിറ്റി ഒരു ഗ്രൂപ്പാണ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ 4 എലമെന്റുകൾ വരണമെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. ഓക്കെ. അതിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ U4 ആണ്. അവിടുത്തെ എലമെന്റ്സ് 1 I -1 -I. ഇതെല്ലാം ആണ് ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയാനുള്ള കാരണം, ഇപ്പോ 1 എന്താണ്? 1 ആണ്. I⁴ നമുക്ക് I² × I², അതായത് -1 × -1 = 1. അതുപോലെ -1⁴ എന്താണ്? 1 ആണ്. -I⁴ എന്താണ്? -I × -I. അപ്പൊ നമുക്ക് എല്ലാ നെഗറ്റീവ്സും 4 നെഗറ്റീവ്സ് ഉണ്ട്. അപ്പൊ 4 പോയിട്ട് പോസിറ്റീവ് ആകുന്നു. I² -1 ആണ്. ഇവിടെ I² -1 ആണ്. -1 × -1 1 ആണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന 4 എലമെന്റ്സ്, അതായത് 1 I
-1 -i അതാണ് ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി. ഇവിടെ അത് ഒന്നുകിൽ Z4നോട് ഐസോമോർഫിക് ആയിരിക്കണം, അല്ലെങ്കിൽ ക്ലിൻ4 ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആയിരിക്കണം. ആരോടാണ് ഐസോമോർഫിക് ആവുക? നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ടേബിൾ നോക്കുക. അപ്പോ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ 1 ഇവിടെ ഐഡന്റിറ്റി ആണ്. അപ്പൊ ആ റോയുടെ ഹെഡ് അങ്ങനെ തന്നെ വരും, ഈ കോളവും അങ്ങനെ തന്നെ വരും. ഇനി i into i സ്ക്വയർ അത് -1, i into -1 -i, i into -i അപ്പൊ നമുക്ക് i സ്ക്വയർ, അപ്പൊ -1 പിന്നെ ഈ മൈനസും കൂടെ വരുമ്പോ 1, -1 into 1 -1, -1 into i -i, -1 into -1 1, -1 into -i രണ്ട് മൈനസ്, അപ്പൊ പോസിറ്റീവ് ആയി, then i. അതുപോലെ ലാസ്റ്റ് റോയും ഇങ്ങനെ തന്നെ ചെയ്യാം. ഇതില് നമ്മൾ സെയിം സ്ട്രക്ചറൽ പ്രോപ്പർട്ടി തന്നെ നോക്കുകയാണ്. 1 സ്ക്വയർ 1 ആണ്, i സ്ക്വയർ എന്തേ കിട്ടിയുള്ളൂ? -1 ആണ് കിട്ടിയുള്ളൂ, ഐഡന്റിറ്റി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഏത് സ്ട്രക്ചറിനോടാണ് ഐസോമോർഫിക് ആകുന്നത്? Z4നോട്. കാരണം ക്ലിൻ4 ഗ്രൂപ്പിൽ എല്ലാ എലമെന്റുകളും 2 പ്രാവശ്യം ബൈനറി ഓപ്പറേഷൻ നടത്തുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി കിട്ടണമായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ സബ് ഗ്രൂപ്പ് ഡയഗ്രം നോക്കണം. അതായത് Z4ന്റെ സബ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? Z4ൽ 4 എലമെന്റ് ആണ് ഉള്ളത്. ഐഡന്റിറ്റി മാത്രം എടുത്താൽ അതൊരു സബ് ഗ്രൂപ്പ് ആണ്, അതിനെ നമ്മൾ ട്രിവിയൽ സബ് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. ഇനി 2 എലമെന്റ് ഉള്ള സബ് ഗ്രൂപ്പുകൾ നമുക്ക് 0 1 നോക്കാം. 0 1ന് എന്താണ് പ്രശ്നം വരിക? 0 1 എടുത്താൽ 1 + 1 2 ആണ്, അത് ഇതിലില്ല, അപ്പൊ ഇതൊരു സബ് ഗ്രൂപ്പ് ആവില്ല. ഇനി 0 2 നോക്കാം. 2 + 2 4, 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0, അപ്പൊ 0 2 ഒരു സബ് ഗ്രൂപ്പ് ആണ്. ഇനി അത് നമ്മൾ ജസ്റ്റ് 2 എലമെന്റ് മാത്രം എടുത്തിട്ട് പറയുന്നത് ശരിയല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഡയഗ്രം തന്നെ വരച്ചു നോക്കണം, അല്ലെങ്കിൽ ടേബിൾ തന്നെ വരച്ചു നോക്കണം. 0 + 0 0, 0 + 2 2, 2 + 0 2, 2 + 2 0. അപ്പൊ എല്ലാ എലമെന്റ്സും ഈ സബ് ഗ്രൂപ്പിലെ തന്നെ എലമെന്റ് ആണ്. അസോസിയേറ്റിവിറ്റി സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ചെക്ക് ചെയ്യേണ്ടതില്ല, ഗ്രൂപ്പിലുണ്ട്, സോ സബ് ഗ്രൂപ്പിലും ഉണ്ടാകും. 0 എന്ന ഐഡന്റിറ്റി ഇവിടെ വന്നിട്ടുണ്ട്, 2വിന്റെ ഇൻവേഴ്സ് 2. ഓക്കെ, അപ്പോൾ ഇത് ഒരു സബ് ഗ്രൂപ്പ് ആണ്. അടുത്തത് 0 3 സബ് ഗ്രൂപ്പ് ആണോ? വളരെ പെട്ടെന്ന് പറയാം. 3 + 3 എന്താണ്? 6. 6നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2, അത് ഈ സബ് ഗ്രൂപ്പിൽ വന്നില്ല, സോ ഇതും സബ് ഗ്രൂപ്പ് അല്ല. അപ്പോ 2 എലമെന്റുകൾ ഉള്ള സബ് ഗ്രൂപ്പുകൾ ആകെ 0 2 ഉള്ളൂ. അടുത്ത 3 എലമെന്റ് ഉള്ള സബ് ഗ്രൂപ്പുകൾ നോക്കാം. അപ്പൊ നമുക്ക് ഐഡന്റിറ്റി ഏത് സബ് ഗ്രൂപ്പിലും വരണം. ഇനി 1 2 നോക്കുന്നു. 1 + 2 3 ആണ്, അത് ഇതിലില്ല. അടുത്ത 1 3 നോക്കുന്നു. 1 3 നോക്കുമ്പോൾ 1 + 1 2 ആണ്, അത് ഇതിലില്ല. ഇനി 0 2 3 നോക്കുന്നു. അപ്പൊ 2 + 3 2 + 3 5, 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1, അത് ഇതിലില്ല. അപ്പൊ 3 എലമെന്റ് സബ് ഗ്രൂപ്പുകൾ ഇതിലില്ല. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് 3 എലമെന്റ് സബ് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നമ്മൾ ഇങ്ങനെ തന്നെ ചെക്ക് ചെയ്യണം. പക്ഷെ ആക്ച്വലി നമ്മൾ അടുത്ത മൊഡ്യൂളിൽ ഒരു തിയറം പഠിക്കുന്നുണ്ട്, ലഗ്രാഞ്ചേസ് തിയറം. ലഗ്രാഞ്ചേസ് തിയറത്തിൽ പറയുന്നത് ഇഫ് G is a finite group and H is a subgroup of G, then order of H is a divisor of order of G. സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്തിരിക്കണം. ഇവിടെ നമുക്ക് ഗ്രൂപ്പിന്റെ ഓർഡർ 4 ആണ്, അപ്പൊ 3 4നെ ഡിവൈഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് 3 സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ആയി വരാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 3 എലമെന്റ് സബ് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി Z4ന് ആകെ ഒരു നോൺ ട്രിവിയൽ പ്രോപ്പർ സബ് ഗ്രൂപ്പേ ഉള്ളൂ, അത് 0 2 ആണ്. ഇതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, 0 1 ഗ്രൂപ്പ് അല്ല, കാരണം 1 + 1 2 അതിലില്ല. 0 3 ഗ്രൂപ്പ് അല്ല, കാരണം 3 + 3 2
ആ സെറ്റിൽ വന്നില്ല. ഇനി 3 element സബ് ഗ്രൂപ്പ് 0, 1, 2 ഗ്രൂപ്പ് അല്ല, കാരണം 1 + 2 3 ആ ഗ്രൂപ്പിൽ വരുന്നില്ല. 0, 1, 3 ഒരു ഗ്രൂപ്പ് അല്ല, കാരണം 1 + 1 2 ആ ഗ്രൂപ്പിൽ ആ സെറ്റിൽ വരുന്നില്ല. ഇനി 0, 2, 3 ഗ്രൂപ്പ് അല്ല, കാരണം 2 + 3 5 അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 അത് ആ ഗ്രൂപ്പിൽ ആ സെറ്റിൽ വരുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ വിയിലേക്ക് കിടക്കുകയാണ്. വിയിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഇ എ, ഇ ബി, ഇ സി ഇതെല്ലാം സബ് ഗ്രൂപ്പ് ആണ് എന്ന് കിട്ടും. അതിന്റെ കാരണം ആ ഒരു ഡയഗ്രാം വരച്ചാൽ മതി. ഇ എ, then ഇ എ ഐഡന്റിറ്റി വെച്ച് ബൈനറി ഓപ്പറേഷൻ നടത്തുമ്പോൾ ആ എലമെന്റ് തന്നെ കിട്ടുന്നു. പിന്നെ എ സ്റ്റാർ എ ഇ ആണ്. ഇവിടെ ബി വരികയാണെങ്കിൽ അപ്പോഴും ഇ വരും, സി വരുമ്പോഴും വരും. അതായത് ഈ 2 element സബ് ഗ്രൂപ്പ്, ഈ 3 സബ് ഗ്രൂപ്പ് അതിന് കിട്ടുന്നുണ്ട്. അതേസമയം 3 element സബ് ഗ്രൂപ്പ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ലഗ്രാഞ്ചേസ് തിയറം വെച്ചിട്ട് പറയാം ഇതിന് ഇല്ല എന്ന്. അല്ലാതെ നമുക്കൊരു ഇ എ ബി ഒരു സബ് ഗ്രൂപ്പ് ആവില്ല. കാരണം എന്താ? എ സ്റ്റാർ ബി ഉത്തരം സി ആണ്, അത് ഈ സെറ്റിൽ ഇല്ല. ഇതുപോലെ തന്നെ നമുക്ക് ഇ എ സി സബ് ഗ്രൂപ്പ് അല്ല, ഇ ബി സി അതും സബ് ഗ്രൂപ്പ് അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ Z4ന്റെയും വിയുടെയും എല്ലാ സബ് ഗ്രൂപ്പുകളും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡയഗ്രാം വരയ്ക്കണം. ഡയഗ്രാം വരയ്ക്കുമ്പോൾ ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് താഴെ വരയ്ക്കുക, അതിനേക്കാളും വലുത് അതിന്റെ മുകളില്. ഇനി ജി ഒരു ഗ്രൂപ്പ്, എച്ച് ഒരു സബ് ഗ്രൂപ്പ്, അങ്ങനെയാണെങ്കിൽ അവരെ തമ്മിൽ നമുക്ക് ഒരു ലൈൻ വരച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഇൻ എ സബ് ഗ്രൂപ്പ് ഡയഗ്രാം എ ലൈൻ റണ്ണിങ് ഡൗൺവേർഡ് ഫ്രം എ ഗ്രൂപ്പ് ജി ടു എ ഗ്രൂപ്പ് എച്ച് മീൻസ് ദാറ്റ് H is a subgroup of G. അപ്പൊ G മുകളിലും H താഴെയും ആയിരിക്കണം. അവർ തമ്മിൽ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട് എങ്കിൽ ജിയുടെ സബ് ഗ്രൂപ്പ് ആയിരിക്കണം H. ഓക്കെ, അപ്പൊ ഏറ്റവും വലിയ ഗ്രൂപ്പ് വരേണ്ടത് ഏറ്റവും മുകളിലാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ സബ് ഗ്രൂപ്പ് ഡയഗ്രാം Z4ന്റെയും വിയുടെയും വരച്ചിരിക്കുന്നു. എപ്പോഴും ട്രിവിയൽ സബ് ഗ്രൂപ്പ്, അതായത് ഐഡന്റിറ്റി മാത്രമുള്ള സബ് ഗ്രൂപ്പ് താഴെ, ഏറ്റവും വലിയ സബ് ഗ്രൂപ്പ് ദ ഹോൾ ഗ്രൂപ്പ് Z4 മുകളിൽ. പിന്നെ ആകെ ഒരു സബ് ഗ്രൂപ്പ് ആണ് നോൺ ട്രിവിയൽ പ്രോപ്പർ സബ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് 0 to, അത് നടുക്ക്. ഇവിടെ എല്ലാം ലൈൻ വരച്ചു. ഓക്കെ, ഇനി വിയിലേക്ക് വരുമ്പോ നമുക്ക് ഐഡന്റിറ്റി മാത്രമുള്ളത് ഏറ്റവും താഴെ വരച്ചു. ഇനി 2 element സബ് ഗ്രൂപ്പുകൾ ഇ എ, ഇ ബി, ഇ സി, ഇത് ഞാൻ ഒരേ ലൈനിലാണ് വരച്ചിരിക്കുന്നത്. അതിന്റെ കാരണം ഇ എ എന്ന സബ് ഗ്രൂപ്പ് ഇ ബിയുടെ ഒരു സബ് ഗ്രൂപ്പ് അല്ല. സബ് ഗ്രൂപ്പ് ആണെങ്കിലാണ് ഇതിന്റെ മുകളിൽ വരയ്ക്കേണ്ട കാര്യമുള്ളൂ. അതുപോലെ തന്നെ ഇ ബി ഇ എയുടെ സബ് ഗ്രൂപ്പ് അല്ല, ഇ സിയുടെയും സബ് ഗ്രൂപ്പ് അല്ല. അതായത് ഈ 3 സബ് ഗ്രൂപ്പുകളും ഒന്ന് മറ്റേതിന്റെ സബ് ഗ്രൂപ്പ് അല്ല. സോ ഞാൻ അവർ തമ്മിൽ ലൈനും വരച്ചിട്ടില്ല, അവരെല്ലാവരെയും ഒരേ ലൈനിൽ തന്നെ ഞാൻ മാർക്ക് ചെയ്തേക്കുവാണ്. അതേസമയം ഈ ഇ എന്ന സബ് ഗ്രൂപ്പിൽ നിന്ന് ഈ 3 ഗ്രൂപ്പിലേക്കും ലൈൻ വരയ്ക്കാം. കാരണം ഈ ഇ എന്ന സബ് ഗ്രൂപ്പ് ഈ 3 പേരുടെയും സബ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, ദ ഹോൾ ഗ്രൂപ്പ് വി അത് ഏറ്റവും മുകളിൽ വരയ്ക്കുന്നു. അത് ഇ എയുടെ വിയുടെ സബ് ഗ്രൂപ്പാണ്, ഇ ബി വിയുടെ സബ് ഗ്രൂപ്പാണ്, ഇ സി വിയുടെ സബ് ഗ്രൂപ്പാണ്. ഇതാണ് Z4ന്റെയും വിയുടെയും സബ് ഗ്രൂപ്പ് ഡയഗ്രാം. ഓക്കെ, താങ്ക് യു.